മുസ്ലിം ലീഗിനൊക്കെ വലിയ അതൃപ്തി ഉണ്ടെന്നാണ് വാർത്തകൾ വരുന്നത്. മുസ്ലിം ലീഗിന്റെ ഒക്കെ വോട്ട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? അല്ല, അത് സ്വാഭാവികമല്ലേ. എന്തുമാത്രം ഈ പിണറായി സമം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മനുഷ്യരെയും കൂട്ടിപ്പിടിക്കുന്ന രാഷ്ട്രീയം ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും താദിക്കലി തങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയല്ലേ ഈ പണി ഇദ്ദേഹം ചെയ്യുന്നത്? തങ്ങൾ ഹജ്ജിന് പോയടത്തുനിന്ന് നേർക്ക് നേരെ പറഞ്ഞിട്ട് പോലും ഞാൻ കേട്ടത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല സതീശൻ എന്ന. എന്നിട്ട് അദ്ദേഹത്തെ പോയി തെരഞ്ഞു പോകേണ്ടി വന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ കരുണാകരൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും എക്കേൻ്റെയും കൂടെ 40 വർഷം മുമ്പ് മന്ത്രിയായ മനുഷ്യനാണ് അദ്ദേഹം. അന്ന് ഈ വി.ഡി. സതീശന് 10 വയസ്സാണ്, ട്രൗസർ ഇടാൻ നടക്കുക. ആ വി.ഡി. സതീശനാണ് ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്ക് ഒരു രോമത്തിൻ്റെ വില കൊടുക്കാതെ അപമാനിച്ചു വിടുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ അത് ഈ കേരളത്തിലെ ജനം, നിലമ്പൂരിലെ ജനതയും കാണൂലേ? എന്താണ് ഇങ്ങനെ ഒരു വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ പി.വി. അൻവറിനോട് വി.ഡി. സതീശന് തോന്നാനുള്ള ഒരു കാരണം? എന്നോട് വിദ്വേഷം തോന്നേണ്ട ഒരു പ്രശ്നം അദ്ദേഹത്തിനില്ല. ഞങ്ങളെല്ലാ വിഷയങ്ങളും പറഞ്ഞു തീർത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ അജണ്ടയാണ്. അജണ്ടക്ക് പിന്നിൽ പിണറായി ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൈപ്പൊക്കുന്ന MLA-മാരാണ് 26-ൽ വേണ്ടത്. അപ്പം ഇവിടെ ജയിക്കുന്ന MLA വീണ്ടും ആവുമല്ലോ. അത് ജോയി ആണെങ്കിൽ അദ്ദേഹത്തിന് കൈപ്പൊക്കൂലല്ലോ, മറ്റു ഗ്രൂപ്പിലാണല്ലോ. ഇവിടെ ഉണ്ട്. എവിടെ? ഈ വെയിലത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷയം അതാണ്. അദ്ദേഹത്തിന് ഇവിടെ ജയിക്കണം. ഇവിടെ പറവൂര് മുഖ്യമന്ത്രി ആവണം. അദ്ദേഹത്തിന് മാത്രം കൈ പൊന്തിക്കുന്ന ആളുകളെ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും വാശി പിടിക്കുന്നത്. വലിയ ആവേശത്തിലാണ് പി.വി. അൻവറിൻ്റെ യാത്ര, നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നത്.